ഷട്ടിൽ കളിയിലെ നിയമങ്ങൾ പറയുന്ന അമ്പയർ ഓൺ ഫയർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് കളി നിയന്ത്രിക്കുന്നവരെ പറ്റിയാണ്. റഫറിക്ക് പുറമെ 12 പേരാണ് ഒരു കളി നിയന്ത്രിക്കാനായിട്ട് ഓൺ കോർട്ടിൽ ഉണ്ടാവുക. ഒരു അമ്പയർ, ഒരു സർവീസ് ജഡ്ജ്, 10 ലൈൻ ജഡ്ജസ് ആണ് ഉണ്ടാവുക. ട്രയാങ്കിൾ 1 മാർക്ക് ചെയ്തത് അമ്പയറും, സ്ക്വയർ 2 മാർക്ക് ചെയ്തത് സർവീസ് ജഡ്ജും, സർക്കിളിൽ 12 വരെ മാർക്ക് ചെയ്തത് ലൈൻ ജഡ്ജസും. കളി തുടങ്ങിക്കഴിഞ്ഞാൽ ലൈൻ കോൾസ് എല്ലാം വിളിക്കേണ്ടത് ലൈൻ ജഡ്ജാണ്. ഷട്ടിൽ ഔട്ടാകുമ്പോൾ, അതായത് ഷട്ടിൽ വരയിൽ അല്ലാതെ ഔട്ട് സൈഡിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട് വിളിക്കണം. എന്നിട്ട് കൈകൊണ്ട് സിഗ്നൽ കാണിക്കുക എന്നതാണ് ലൈൻ ജഡ്ജിൻ്റെ ഔട്ട് എന്ന സിഗ്നലിൽ ചെയ്യേണ്ട കാര്യം. ചിത്രത്തിൽ കാണുന്നത് പോലെ വിരിച്ച് പിടിക്കേണ്ടത്. ഇപ്രകാരം ചെയ്തുകൊണ്ട് ഉറക്കെ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പയർക്ക് അത് മനസ്സിലാവുകയും കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ അമ്പയർക്ക് സാധിക്കുകയും ചെയ്യുന്നതാണ്. അടുത്തതാണ് ഇൻ എന്ന് പറയുന്ന സിഗ്നൽ. ഇതിൽ ഇൻ എന്ന് ഉറക്കെ വിളിച്ചു പറയേണ്ടതില്ല. കൈ ചിത്രത്തിൽ കാണുന്നത് പോലെ കൈ വെച്ചാൽ മാത്രം മതിയാകും. എല്ലാ ലൈനും ഇന്നാണെന്നുള്ളത് ഓർക്കുക. അതുപോലെ തന്നെ ലൈനിൻ്റെ ഏതൊരറ്റത്ത് തട്ടിയാലും ആ ഷട്ടിൽ ഇൻ എന്ന് തന്നെയാണ് പറയേണ്ടത്. പ്രത്യേകിച്ച് ഉറക്കെ വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. കൈ ഇൻ എന്നുള്ള ആ സൈൻ കാണിക്കുക മാത്രമാണ് ആ സമയം അവിടെയുള്ള ലൈൻ ജഡ്ജ് ചെയ്യേണ്ട കാര്യം. ചിത്രത്തിൽ കാണുന്നത് പോലെ കൈ നേരെ പിടിക്കുക എന്നത് മാത്രമാണ് ആ ചെയറിലിരിക്കുന്ന ലൈൻ ജഡ്ജിൻ്റെ സിഗ്നൽ. അത് കൃത്യമായി പറയുകയും ആ സമയം അത് അമ്പയറിനെ മനസ്സിലാവുകയും ചെയ്യും. അടുത്ത ഒരു സിഗ്നലാണ് അൺസൈറ്റഡ് എന്ന് പറയുന്ന സിഗ്നൽ. ഡിസിഷൻ എടുക്കാൻ സാധിച്ചില്ല എങ്കിൽ ഉപയോഗിക്കുന്ന സൈനാണ്. ഇന്നാണോ ഔട്ടാണോ എന്ന് മനസ്സിലാക്കാത്ത സാഹചര്യത്തിൽ ലൈൻ ജഡ്ജ് അമ്പയറിന് നൽകുന്ന സൈനാണ് അൺസൈറ്റഡ് എന്ന് പറയുന്ന സൈൻ. ചിത്രത്തിലേതുപോലെ കണ്ണിൽ കൈവച്ച് കാണിക്കുക മാത്രമാണ് ലൈൻ ജഡ്ജ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യണേ.